അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ? എന്തിനാ യാചിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവൻ യാചിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, നബി തങ്ങൾ അവിടുന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, ഇന്ന് മുതൽ 4-5 ദിവസം ഇവിടത്തെ ഉറൂസാണല്ലോ. ഈ പള്ളിയിലും ഈ മഖാമിന്റെ ചാരത്തും നടക്കുമ്പോ ഖബർ കാണുന്ന ചെറുപ്പക്കാരാ, നീ ആവശ്യമില്ലാത്ത ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാണ്. തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാണ്. പടച്ചവനെ, രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നുകൊണ്ട് കരയുകയാ. പടച്ചവനെ, ജനങ്ങൾ, അയൽവാസികൾ പരാതി പറഞ്ഞു. അയൽവാസികൾ പരാതി പറഞ്ഞു. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ അയൽവാസികൾ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ, റബീഅ ഇബ്നു ഖൈസം തന്റെ റൂമിനകത്ത് ഖബർ കുടിക്കുകയാ. ആ ഖബറിനകത്ത് ഇറങ്ങി കിടക്കുകയാണ്. ഖബറിനകത്ത് ഇറങ്ങി കിടന്നിട്ട് പലകകൾ മുഴുവനും എടുത്ത് അടച്ചു വെക്കുകയാ. എന്നിട്ട് ആ ഖബറിനകത്ത് കിടന്ന് കരയും. ആ ഖബറിനകത്ത് കിടന്ന് കരയും, റബ്ബിർജിഊ, എന്നെ മടക്കട്, എന്നെ മടക്കട് എന്ന് ഖബറിനകത്ത് കിടന്ന് കരയുമ്പോ കുടുംബക്കാര് എഴുന്നേറ്റ് വന്ന് പലകയെടുത്ത് മാറ്റിയിട്ട് ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാ. പടച്ചറപ്പേ, ഒരു ദിവസം ഖബറിനകത്ത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് കിടക്കുകയാണ്. എന്നിട്ട് പലക നിരത്തിയിട്ട് റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്കൊരവസരം തരണേ എന്ന് ഖബറിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ പടച്ചറപ്പേ, ഭാര്യ എവിടെന്ന് ഉറങ്ങുകയാണ്. ഭാര്യ എവിടെന്ന് ഉറങ്ങുകയാണ്. അവസാനം നിലവിളി കേട്ട് എഴുന്നേറ്റ് ചെല്ലുമ്പോ ഖബറിനകത്ത് തളർന്നു കിടക്കുന്ന റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടുന്ന് കയ്യിൽ പിടിച്ചുയർത്തുമ്പോ ബോധം വന്നപ്പോ അവിടുന്ന് സ്വന്തം ശരീരത്തോട് പറയുകയാ, ഇന്ന് നിന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ, നിന്നെ ഈ ഖബറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ മക്കളുണ്ടായിരുന്നു. പക്ഷേ എത്ര കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. ഇന്ന് നീ നിലവിളിച്ചപ്പോ ഈ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആള് കടന്നു വന്നു. എന്നാൽ എത്ര കരഞ്ഞാലും ഒരു മനുഷ്യനും രക്ഷപ്പെടുത്താത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതിനു മുമ്പ് നീ തയ്യാറെടുക്കടേ, അതിനു മുമ്പ് നീ തയ്യാറെടുക്കടേ എന്ന് സ്വന്തം നഫ്സിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരങ്ങളെ, സഹോദരിമാര്, ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവൻ ഒന്നാമത് യാചിക്കുകയാണ്. ഒന്നാമത് യാചിക്കുകയാണ്. എന്തിനാ പെങ്ങളെ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, നോമ്പ് പിടിക്കാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല, കടം വീട്ടാനല്ല, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനല്ല, ദിക്റ് പറയാനല്ല. ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ഒന്നാമതായി യാചിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്
ഫഅസ്വദ്ദക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സദഖ ചെയ്യാൻ ഒരവസരം തരണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരാളുടെ മരണം അടുത്തു വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടിയല്ല. അസ്റായിലെ, എനിക്ക് ഇത്തിരി സമയം എന്താ, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ ഖുർആൻ ഓതട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഇതിനൊന്നുമല്ല. ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സദഖ ചെയ്യാൻ ഒരല്പ സമയം വേണമെന്ന് ആ മനുഷ്യൻ യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. 3 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. അതാ പണ്ടുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിനടിയിലും തലകണിരടിയിലൊക്കെ നോക്കും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഇപ്പൊ പിന്നെ ഒന്നും വെക്കാറില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഖത്തീബ ചോദിക്കുന്ന, അല്ലാതെ മക്കളല്ല ചോദിക്കുന്നേ. ജനാസ കൊണ്ടുവന്ന് പുത്തനങ്ങാടി പള്ളിയിൽ വെച്ചിട്ട് ഫൈസി ഉസ്താദ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് എന്താ ഫൈസി ഉസ്താദിന്റെ വാപ്പായ കിടക്കണേ? അല്ലല്ലോ, വല്ലവന്റെ വാപ്പ. നീ ചോദിയില്, അത് ചോദിക്കത്തില്ല. മക്കളെ ചോദിക്കത്തില്ല. എടാ, മക്കളല്ലേ പറയേണ്ടത്, ഈ കിടക്കുന്നത് എന്റെ വാപ്പ, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും. കൂടുതൽ മക്കളും പറയാറില്ല, കാരണം ആരെങ്കിലും ചെന്നാലോ കൊടുക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. പറയാ, എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പുത്തരങ്ങാടി പള്ളിയിലൂടെ വായി നോക്കി നടന്നപ്പോ ഇങ്ങനെ തലയും കുനിച്ച് നടന്നു. അപ്പം ചോദിക്കണ്ടായിരുന്നു, അപ്പൊ പൊരുത്തവും ചോദിക്കണ്ട, കടവുള്ള കാര്യം പറയണ്ട. അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ അപ്പോഴല്ല ചെയ്യണ്ടേ. പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയുക, അല്ല എന്നെ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം, അല്ല എന്നെ ഒന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം. റൂഹ് പിടിക്കാൻ വരുമ്പോ അസ്റായിലിനോട് പറയുന്നു, ഒരു മിനിറ്റ് താ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് സദഖ കൊടുക്കണം. എത്ര കൊല്ലം തന്നായിരുന്നു പെങ്ങന്മാര് നിങ്ങൾക്കൊക്കെ? അല്ല എത്രയോ കൊല്ലം നിങ്ങൾക്ക് തന്നു. അപ്പൊ ഒന്നും ചെയ്യണ്ടായിരുന്നു. അവസാനം നാണം കെട്ട് നഷ്ടവാടിയ പോലെ, പരാജയപ്പെട്ടവരെ പോലെ മോഹങ്ങൾ ബാക്കിയാക്കിയിട്ട് പോകുകയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് ഒറ്റ പ്രതിഫലം, നല്ല മനോഹരമായ ഒരു പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ പടച്ചവനെ വല്ലാത്ത ആയുസായിരുന്നു. വയല് കേൾക്കാവുന്ന പെങ്ങളെ, 30, 25, 30 വയസ്സുള്ളവർ 35 വയസ്സായി, 40 വയസ്സായി, ഉസ്താദേ നടക്കാൻ വയ്യ, കുനിയാൻ വയ്യ, രോഗമാണ്, വേദനയാണ്, പ്രയാസമാണ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങള്. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ, 75, 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന നിന്റെ ഉമ്മ, അല്ലാഹുവേ കണ്ണിനെത്ര കാഴ്ചയായിരുന്നു, പടച്ചവനെ എന്തൊരാരോഗ്യമായിരുന്നു പെങ്ങള്. ഉമ്മ മരിക്കുന്ന ദിവസം സ്വന്തം കൈകൊണ്ട് വുളുവെടുത്ത് നിസ്കരിച്ചില്ലേ? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയുടെ ഗുഹ്യഭാഗത്ത് ഉമ്മയുടെ മൂത്രം കഴുകാനോ കാഷ്ടം കഴുകാനോ ഒരു ദിവസം പോലും നിന്റെ ഉമ്മ നിന്നെ സമ്മതിച്ചില്ലല്ലോ. കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഉമ്മ മരിക്കുന്ന ദിവസവും സ്വന്തം തന്നെ ബാത്റൂമിൽ പോയി ഉമ്മ തന്നെ തന്റെ കാര്യം കഴിഞ്ഞു. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇരിക്കണവര് 40, 50 വയസ്സ്, പ്രഷർ, ഷുഗർ എല്ലാം ഹൈ ലെവലാ, ഇപ്പോഴേ കഴിക്കുന്നുണ്ട്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു 70, 75 എത്തുവോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എത്തിയിട്ടും കാര്യമൊന്നുമില്ല, കാരണം കാറ്റുപോയ ബലൂണ. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, പ്രഷറും ഷുഗറും ആരടോ? എടാ, പണ്ടത്തെ ഉമ്മമാരൊക്കെ 90, 95 വയസ്സ് വരെ ജീവിക്കുമ്പോഴും സ്വന്തം നടക്കും. എന്തൊരു ആരോഗ്യം! ഇന്ന് ഒരെണ്ണം പ്രസവിച്ചതേ ഉള്ളൂ, വേദന തുടങ്ങി. അല്ലാഹു കാക്കുമാറാകട്ടെ. എടോ, ഖുർആൻ ഓതിയ കിട്ടുന്ന ഒരു പ്രതിഫലം അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം, അവരുടെ ബുദ്ധി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ബോധമില്ല. ഈ നിൽക്കുന്നത് മകനാണോ, മകളാണോ, ഭാര്യയാണോ, കൂടപ്പുറപ്പാണോ, ആരാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ബുദ്ധി തിരിഞ്ഞു പോകാം. ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണ് അർദുൽ ഉംറ എന്ന് പറയുന്നത്.
അങ്ങനെ ഒരവസ്ഥയെ തൊട്ട് ഖുർആൻ ഓതുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മോഹങ്ങളൊക്കെ നടക്കണം. എന്തേ പൊരുത്തം ചോദിക്കാൻ വല്ലാത്ത മടി എന്താ? ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം. നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാതെ യാചിക്കലല്ല.